ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അന്ന് ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്, അതും ക്യാരറ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു 1/4 കിലോ ക്യാരറ്റ് നന്നായിട്ട് കഴുകി പീൽ ചെയ്തെടുത്തിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് നമ്മൾ വേവിക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിൽ 2 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓപ്പൺ പോട്ടിൽ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഈ സമയം നമ്മൾ മധുരത്തിന് വേണ്ടി ശർക്കരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്യാരറ്റ് വെന്ത് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് എയർ പോയിട്ട് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്യാരറ്റിനെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല തിക്ക് പേസ്റ്റായിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം, അല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലെയാണ് ക്യാരറ്റ് നമ്മൾ അരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മളിത് മുഴുവനായിട്ടും ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡിൽ നമുക്ക് ബീട്രൂട്ട് വെച്ചും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീട്രൂട്ട് വെച്ച് കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നെയ്യ് വേണ്ടവർക്ക് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കിവിടെ ഒരു 2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ഇനി കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ക്യാരറ്റിലെ ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് നേരം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൽ വെള്ളം ഒന്ന് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മുടെ ശർക്കര എപ്പോഴും അരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ശർക്കരകളിൽ അധികവും മെഴുക്ക്, അതുപോലെ തന്നെ കല്ലുകൾ, പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴായാലും ശർക്കര അരിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി. ഇനി ശർക്കര പാനി നമ്മുടെ ക്യാരറ്റും കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് യോജിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ക്യാരറ്റിലെ ചെറിയ ചെറിയ തരികളൊക്കെ പൊങ്ങി വരുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ ശർക്കര പാനി അബ്സോർബ് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും നന്നായിട്ട് ഉടഞ്ഞു ചേർന്നോളും. ശർക്കരയും ക്യാരറ്റും എല്ലാം നന്നായിട്ട് യോജിച്ച് ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 2ാം പാൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. 3 പാലൊന്നും നമ്മൾ തേങ്ങയ്ക്ക് വേണ്ടി എടുത്തിട്ടില്ല. ആദ്യത്തെ തലപ്പാൽ എടുത്തതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള പാലാണ് ഇത്. ഏകദേശം ഒരു കപ്പ് 1.5 കപ്പോളം പാലുണ്ടായിരുന്നു. അത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ സമയത്ത് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അതും കൂടി നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതാണ് മിൽക്ക് മെയ്ഡ്. ഞാനിതാ ചെറിയൊരു ബോട്ടിലുണ്ട്, അതിൻ്റെ പകുതി ഭാഗം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള ക്യാരറ്റ് പായസം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചേർത്ത് ഉണ്ടാക്കി നോക്കണേ. അപ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് അറിയാൻ പറ്റുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തു. ഇത് നമ്മുടെ പായസത്തിന് നല്ലൊരു കൊഴുപ്പൊക്കെ കൊടുക്കും.
ഇനി നന്നായിട്ട് ഇളക്കി ഒരു 3-4 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം എന്താ ഏകദേശം ഫൈനൽ സ്റ്റേജിലോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ആവശ്യത്തിന് കുറുകി ഇട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ 1-ാം പാല്, ഏകദേശം ഒരു 1/2 കപ്പ് 1-ാം പാലാണ് നമുക്ക് ആ ഒരു തേങ്ങയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെറിയൊരു തള വരുന്നത് വരെ മാത്രം ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കുക. ഇനി നമുക്ക് മണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂണോളം നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. നമ്മൾ ഒരു 10 അണ്ടിപ്പരിപ്പോളം എടുത്തിട്ടുണ്ട്. ഇതാ അതിനെ നെടുകെ പൊളിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ഇട്ട് കൊടുത്താൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളിതാ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.